ഹലോ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കയ്യിലുള്ള മിനിമൽ മേക്കപ്പ് പ്രോഡക്റ്റ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു ക്രിസ്മസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അപ്പോൾ നമ്മൾ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത ഒരു പ്ലമ്മിൻ്റെ ടോണറാണ്. അതിനുശേഷം ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇന്ന ബ്രാൻഡിൻ്റെ ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള ഏത് മോയ്സ്ചറൈസറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുവാൻ ഈ മോയ്സ്ചറൈസർ സഹായിക്കും. നന്നായിട്ടൊന്ന് ഫേസ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ടൊരു മോയ്സ്ചറൈസർ ഒന്ന് സ്കിന്നിൽ അബ്സോർബ്ഡ് ആവണം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നതാണ് മമ്മാരത്തിൻ്റെ സൺസ്ക്രീൻ കേട്ടോ. ഇത് തീരാറായി, ഞാൻ ഞെക്കിപ്പിഴിഞ്ഞിട്ടൊക്കെയാണ് എടുത്തത്. ഇതൊരു നല്ല സൺസ്ക്രീനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കേട്ടോ. നമ്മൾ വെയിലില്ലാന്ന് വെച്ചിട്ട് നമ്മൾ സൺസ്ക്രീൻ ഇടാണ്ട് പോകുന്നത് മണ്ടത്തരമാണ്. കാരണം വെയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈവൻ ലേറ്റ് വരെ നമുക്ക് ടാൻ ഉണ്ടാക്കും. സോ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റാണ്. അതിനുശേഷം ഞാൻ ഡാസ്ലർ എറ്റേണ്ട ഒരു പ്രൈമറായിട്ടോ യൂസ് ചെയ്യുന്നത്. പ്രൈമർ നമുക്ക് നമ്മുടെ മേക്കപ്പ് അങ്ങനെ ഫ്ലോലെസ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചൊരു ഡ്രൈനെസ് അല്ലെങ്കിൽ തരിത്തരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മേക്കപ്പ് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് പ്രൈമർ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ലിപ് ബാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാനൊരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അത് കാരണം നമ്മുടെ ലിപ്പ് കുറച്ചും കൂടി ഒരു മോയ്സ്ചറൈസർ ആയിട്ടിരിക്കണം. അത് കാരണം ഞാൻ ലിപ് ബാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ താരം ബ്ലൂ ഹെവൻ്റെ BB ക്രീമാണ് കേട്ടോ. ഈ ഒരൊറ്റ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്രിസ്മസ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഷുഗറിൻ്റെ ഒരു ഇലിമിനേറ്റിംഗ് ക്രീമും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസ് മൊത്തം ഒരു ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എനിക്കിങ്ങനെ ഫേസിൽ ഏത് ക്രീമാണെങ്കിലും ഈ ചെറിയ ചെറിയ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈസിലി ബ്ലെൻഡ് ആവണ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പഞ്ചാണെങ്കിലും ഇനി ബ്രഷ് ആണെങ്കിലും എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് ഫേസ് മൊത്തത്തിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ ഒരു സ്കിന്നിൽ നന്നായിട്ടൊരു ക്രീം വന്നിട്ട് ബ്ലെൻഡ് ആവണം. നന്നായിട്ട് വൈറ്റ് കാസ്റ്റ് ആവാത്ത പോലെ നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര മാത്രം നമുക്ക് ബ്ലെൻഡ് ആക്കാൻ പറ്റുമോ അത്രയും മാത്രം നമ്മൾ ബ്ലെൻഡ് ആക്കുക. എന്നുള്ള ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഡാസ്ലറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡറാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളിതിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനോ യൂസ് ചെയ്തിട്ടില്ല, വെറും BB ക്രീം മാത്രമാണോ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കങ്ങനെ തിക്കായിട്ടുള്ള ഹെയറും കാര്യങ്ങളൊന്നുമില്ല, അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താട്ടോ കൊടുക്കുന്നത്. പിന്നെ ഒന്ന് സ്പൂൾ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഐഷാഡോ പാലറ്റ് എടുത്തിട്ട് ഐഷാഡോ ഇടാൻ വേണ്ടിയിട്ട് ഏത് കളർ എടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. കാരണം ഞാൻ അങ്ങനെ ഐഷാഡോ കാര്യങ്ങളൊന്നും എപ്പോഴും ഇടാത്തതാണ്. അപ്പോൾ ഇന്നൊരു ക്രിസ്മസ് ആയത് കാരണം ജസ്റ്റ് ഒരു ജില്ലായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ളൊരു മെറൂൺ അല്ലെങ്കിൽ ഒരു ഡാർക്ക് റെഡ് ആ ഒരു ടൈപ്പ് ഓഫ് കളർ എടുത്തിട്ട് ക്രീസ് ലൈനിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആദ്യം എഴുതിയപ്പോൾ കുറച്ച് ഡാർക്ക് പോലെ തോന്നി. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഡാർക്കായിരുന്നു. അപ്പോൾ എനിക്ക് അത്ര ഡാർക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനൊരു ഗോൾഡൻ ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫെക്റ്റ് ഷെയ്ഡ് കിട്ടി. സോ അതിനുശേഷം ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഐലൈനർ എടുത്തിട്ട് കുറച്ച് തിക്കും അതുപോലെ തന്നെ ബോൾഡായിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് അറിയിക്കാൻ വേണ്ടിയിട്ടാട്ടോ കുറച്ച് ബോൾഡാക്കി എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കണ്ണ് എഴുതി കൊടുക്കുന്നുണ്ട്. കണ്ണ് മൊത്തത്തിൽ ഞാൻ എഴുതുന്നില്ല, ഒരു പകുതിയോളം ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ മാത്രം ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ പ്ലമ്മിൻ്റെ തന്നെ ഒരു സെമി മാറ്റ് കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആട്ടോ. അത് ലിക്വിഡാണോ ചോദിച്ചാൽ ലിക്വിഡാണ്, എന്നാൽ മാറ്റാണോ ചോദിച്ചാൽ മാറ്റാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആണ്. ഇതെനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ് കളറും കൂടിയാണ് കേട്ടോ. സോ അതൊന്ന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് ലുക്കും എനിക്ക് തോന്നാറുണ്ട്. ലാസ്റ്റായിട്ട് ഞാനൊരു സ്റ്റോണിൻ്റെ പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ ഫേസ് ഒന്ന് ഒരു ഗ്ലോയും അതുപോലെ തന്നെ ഒരു ജില്ലും ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഭയങ്കര തിളങ്ങി നിൽക്കാനും വേണ്ടിയിട്ട് ഞാൻ ഐഷാഡോ തന്നെ ഒരു ഗോൾഡൻ കളറും അതുപോലെ തന്നെ ഒരു ഇങ്ങനെ തിളക്കുള്ള ഈ ഷിമ്മർ ഷെയ്ഡും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലും ഈ ചീക്കിൻ്റെ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ക്രിസ്മസ് ലുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്ലോ ആയിട്ടുള്ളൊരു ലുക്കാണല്ലോ. ഹെയർ ഞാൻ അങ്ങനെ കാര്യമായിട്ട് സ്റ്റൈലിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ഹെയർ ആട്ടോ ഇടുന്നത്. അതുപോലെ തന്നെ ഞാൻ ചെറിയുടെ ഒരു ഇയറിംഗ് കൂടി ഇട്ടിട്ട് എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് ലുക്ക് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഈ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാതെ ബൈ, സീ യു ഓൾ.